വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ചാലിയാർ പുഴയിലും കാന്തൻപാറയ്ക്ക് സമീപത്തുമാണ് മൃതദേഹം കണ്ടെത്തിയത്. നാളെ ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കും. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും 1 ശരീരഭാഗവും, വയനാട്ടിലെ കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് 2 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. ചാലിയാറിലടക്കം നാളെ 7 സെക്ടറുകളായി തിരിഞ്ഞാകും പരിശോധന. ജിയോളജിസ്റ്റ് ജോൺ മത്തായി നയിക്കുന്ന 5-അംഗ വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകളിൽ പരിശോധന നടത്തും. 24 വയനാട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി കേരള ബാങ്കിന്റെ തീരുമാനം. മരിച്ചവരുടെയും ഈടുവെച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും. വീട് നഷ്ടമായവരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്ക് വീണ്ടെടുക്കൽ ക്യാമ്പ് തുടങ്ങി. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാനാണ് കേരള ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സർക്കാർ നൽകുമെന്നും മന്ത്രി. ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണ്ണമായി താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത്. അവിടെ താൽക്കാലികമായി താമസിക്കുന്ന എഫക്റ്റഡായ ആളുകൾക്ക് വേണ്ട വാടക കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും. തിരച്ചിലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ 878 പേർക്ക് 1162 രേഖകൾ വിതരണം ചെയ്തു. പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി തുടർന്നും ക്യാമ്പുകൾ നടത്തും. 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സഹായമെത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്ന് ജോസ് കെ മാണി MPയും പ്രതികരിച്ചു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിൽ കേന്ദ്ര സഹായമെന്നാണ് ചട്ടമെന്നും BJPയുടെ വിശദീകരണം. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യസഭാ MP ജോസ് കെ മാണി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. സമാനതകളില്ലാത്ത മനുഷ്യാവസ്ഥകളും അനുഭവങ്ങളുമാണ് കുറേ ദിവസങ്ങളായി വയനാട്ടിൽ നിന്ന് കേൾക്കുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടി ആരാണെന്നറിയാതെ ആശുപത്രി വരാന്തയിൽ കാവൽ നിന്ന അമ്മമാരാണ് ദീപയും ബിന്ദുവും.
ചികിത്സയിലുള്ളത് തേടിയെത്തിയ കുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും അവർ അവനെ ഒറ്റയ്ക്കാക്കി പോയില്ല. ഉള്ളു തൊടുന്ന മാനവികതയുടെ മറ്റൊരു കാഴ്ചയിലേക്ക്. നാട് മലയിടത്തുനിന്ന് കേട്ടപ്പോൾ ദീപയും ബിന്ദുവും സഹോദരിയുടെ മകൾ സയനയെ വിളിച്ചു. ചൂരൽമല സ്കൂൾ റോഡിനടുത്ത് സയനയുടെയും അനീഷിന്റെയും വീട് അപ്പോഴേക്കും ഉരുളെടുത്തിരുന്നു. 3 മക്കളെയും അനീഷിന്റെ അമ്മയെയും കാണാതായി. പരുക്കേറ്റ സയനയുടെ ഭർത്താവ് അനീഷും ആശുപത്രിയിൽ. കാണാതായ 3 മക്കളിൽ 9 വയസ്സുകാരൻ അഭിനവിനെ പോലൊരു കുട്ടിയെ ജീവനോടെ കണ്ടെത്തിയെന്ന് സയനയുടെ സഹോദരൻ സൂരജിന് വിവരം ലഭിച്ചു. ഫസ്റ്റ് നോട്ടത്തിൽ ഈ കൊച്ചിനെ മനസ്സിലായില്ല. പിന്നെയും എല്ലാവർക്കും സംശയം നമ്മളെ കുട്ടിയാണോ. അപ്പൊ ഞാൻ ഒന്നും കൂടിയും പോയി നോക്കി. അപ്പൊ ചെക്കന്റെ കാലൊക്കെ ഇങ്ങനെ നോക്കി, ചേച്ചീന്റെ കാല് പോലെ തന്നെ. 2 കുട്ടീനും ബോഡി ലാംഗ്വേജ് സെയിമാ. പിന്നെ അവരുടെ ഫാമിലിയും നോക്കി, പിന്നെ സംശയം ഇങ്ങനെ നിൽക്കുക. ചെറിയമ്മമാരായ ദീപയും ബിന്ദുവും ആശുപത്രിയിലേക്ക്. വെന്റിലേറ്ററിൽ കഴിയുന്നത് അഭിനവാണെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇരുവരും കാവൽ നിന്നു. അകത്ത് കയറി കണ്ടപ്പോൾ മുഖമൊക്കെ വീങ്ങിണ്ട് സാറേ, തലയോടിന് പൊട്ടുണ്ട്, പിന്നെ കണ്ണ് സർജറി ചെയ്തിട്ടുണ്ട്, കൈ ഫുള്ള് പ്ലാസ്റ്റർ ആണ് മോന്റെ. അപ്പൊ നമുക്ക് ശരിക്കും എന്റെ കുട്ടി പോലെ തന്നെ അടുത്ത് പല്ല് 2 പേരുടെ ഏകദേശം സെയിം. അപ്പൊ ഞങ്ങൾക്ക് 3 കുട്ടികൾ സാർ, 3 കുട്ടികൾ ഒരുപോലെ ഉണ്ടായിട്ട് ഒരു കുട്ടീനെ കിട്ടിയല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. 4-ാം നാൾ നീരുവച്ച മുഖത്തെ കനമുള്ള കൺപോളകൾ അവൻ മെല്ലെ വിടർത്തി. നിവേദയെന്ന് വിളിച്ചു. കുഞ്ഞു പറഞ്ഞു നിവേദല്ല. അപ്പോ നമ്മളാ പ്രതീക്ഷയും പോയി. ഞങ്ങളുടെ 3 കുട്ടികളും നഷ്ടപ്പെട്ടു. അഭിനവിന്റെ സഹപാഠി അവ്യക്തായിരുന്നു അത്. ദുരന്തത്തിൽ അവ്യക്തിന് അച്ഛൻ മഹേഷിനെയും അനിയത്തിയെയും അച്ഛന്റെ മാതാപിതാക്കളെയും നഷ്ടമായി. അമ്മ രമ്യ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഒറ്റപ്പെട്ടുപോയ ആ കുഞ്ഞിനു വേണ്ടി ദീപയും ബിന്ദുവും വീണ്ടും കാവൽ നിന്നു. അവ്യക്തിന്റെ ബന്ധുക്കൾ എത്തും വരെ അമ്മമാരുടെ കരുതൽ. ദുരന്തം കൊണ്ടുപോയവരെ തിരിച്ചു കിട്ടിയില്ല. ഒരു കുഞ്ഞു ജീവനെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കാൻ കഴിഞ്ഞെന്നാണ് മനസ്സിൽ ബാക്കിയാകുന്ന ആശ്വാസം. VS മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24 വയനാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തയ്യൽ മെഷീൻ വേണമെന്ന ചുരൽമല സ്വദേശി രമ്യയുടെ വാക്കുകൾ ഏറ്റെടുത്ത് സുമനസ്സുകൾ. 24 വാർത്ത നൽകിയതിന് പിന്നാലെ തയ്യൽ മെഷീൻ ഉടൻ നൽകാമെന്നറിയിച്ച് നിരവധി ഫോൺ കോളുകളാണ് രമ്യയ്ക്ക് ലഭിച്ചത്. ഇവിടുത്തെ HM സാറ് ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ മെഷീൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോയെന്നറിയില്ല, നിങ്ങൾ ഒന്ന് എടുത്ത് തയ്ച്ചു നോക്കാം. ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ് മെഷീൻ. അത് കുറച്ച് ഓടും, പിന്നെ സ്റ്റക്കാവും, പിന്നെ നൂല് പൊട്ടുക, ബോബിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. ക്യാമ്പിൽ കഴിയുന്നവരെ സഹായിക്കാൻ മനസ്സുണ്ടായിട്ടും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ 24-ലൂടെ രമ്യ പറഞ്ഞു. കേരളം കേട്ടു, ഉടൻ സഹായ പ്രവാഹം. ഒരെണ്ണം ഞങ്ങളിവിടെ അമ്മ യൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു. അത് മോട്ടർ ഉള്ളതാ, വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ള പുതിയതും കൂടെ മേടിച്ചു തരാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. മെറിറ്റ് മതി, മെറിറ്റിന്റെ 2 ഹൈ സ്പീഡ് മെഷീൻ. 24-നോടാണ് ഞങ്ങൾക്ക് കടപ്പാട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2 മെഷീനിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതിന് പ്രത്യേകം നന്ദി. ഒരു 3 ടീം ഞങ്ങളുണ്ട്. അതിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു യൂണിറ്റ് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആരെങ്കിലും ഞങ്ങളോട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി വസ്ത്രങ്ങളാണ് സഹായമായി എത്തുന്നത്. അത് ഷെയ്പ്പ് ചെയ്ത് നൽകുകയാണ് ഇവർ. നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടെന്ന ഉറപ്പ് ചെറുതല്ലാത്ത ആശ്വാസമാണിവിടെ. വിപിൻ സി വിജയൻ, 24 വയനാട്. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവാക്കളെ ഓർക്കാതെ ഈ ദിനം കടന്നു പോകില്ല. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രതിസന്ധി കാലത്ത് കൈകൾ കോർത്തുപിടിക്കുന്ന യുവത്വം സമൂഹത്തിന് പ്രതീക്ഷയാണ്.
സർവ്വവും തകർത്ത് കളഞ്ഞ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും സൈന്യം മടങ്ങി. തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാന്ത്വനമായി. കാണാതായവരെ തിരയാൻ ഇപ്പോഴും അവരുണ്ട്. കേരളത്തിലെ യുവജനത. ഡിവൈഎഫ്ഐ, AIYF, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച, അങ്ങനെ നിരവധി സംഘടനകൾ. അഗ്നിരക്ഷാസേനയും സൈന്യവും എത്തുന്നതിന് മുൻപ് പല മേഖലകളിലേക്കും ആദ്യം ഓടിയെത്തിയത് ഈ സംഘടനകളുടെ പ്രവർത്തകരാണ്. കുലംകുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങി ഡിവൈഎഫ്ഐക്കാരൻ വെള്ളത്തിലേക്കിറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസുകാരനും യൂത്ത് ലീഗുകാരനും വടത്തിലെ പിടിമുറുക്കി കരയിൽ കരുത്തായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം വിളമ്പിയും സൈന്യത്തിന് വഴികാട്ടിയും മൃതദേഹങ്ങൾ മാറ്റാനുമൊക്കെയായി യുവജന സംഘടനാ പ്രവർത്തകർ ഒരുമയുടെ കേരള മാതൃക തീർത്തു. പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടിന് ദുരിതകാലം താണ്ടാൻ ഇനിയുമേറെ നടക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ളതൊന്നും തികയില്ല. അതുകൊണ്ടാണ് ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും സ്നേഹത്തട്ടുകടകൾ നടത്തിയും ഈ യുവാക്കൾ ഒരു നാടിനെ നെഞ്ചോട് ചേർക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. മുണ്ടക്കയിലെ ദുരന്തഭൂമിയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ്. അവിടെ കൈമേയി മറന്നു പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ശ്രീജിത്തിനെയും അനീഷിനെയും ഞങ്ങൾ കണ്ടത്. അവരുടെ വാക്കും പ്രവൃത്തിയും ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തട്ടും. കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് എത്ര ദൂരമുണ്ടാകും? മനസ്സുകൾ തമ്മിലാണെങ്കിൽ ഒട്ടും ദൂരമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ദുരന്ത ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ 12 ദിവസമായി ഒരേ മനസ്സോടെയുണ്ട്. ആ കൂട്ടത്തിൽ കൊച്ചിക്കാരൻ അനീഷും മേപ്പാടിക്കാരൻ ശ്രീജിത്തും. സഹായം കൊടുത്തു മടങ്ങാനെത്തിയ അനീഷിനെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ മനസ്സിറക്കത്തിന് എന്തു പേര് നൽകും? ഞങ്ങൾ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നിട്ട് 6 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറക്കിയിട്ട് പോകാമെന്ന് കരുതിയ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടത്. അപ്പോൾ അവസ്ഥ കണ്ടപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ഒരാഗ്രഹത്തിൽ അങ്ങനെ ആദ്യത്തെ 2-3 ദിവസം ഇവിടെ ഒരു നിഷാദ് എന്നൊരു പുള്ളി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു അസീസ് കല്ലുംപുറം എന്ന് പറഞ്ഞിട്ട് BARKയുടെ ഒരു പുള്ളിയുണ്ട്. പുള്ളി ഞാനൊക്കെ നമ്മളൊരു പരിചയമില്ല, ആരാണെന്നൊന്നും അറിയില്ല. പുള്ളിയുടെ വീട്ടിൽ 2-3 ദിവസം നിന്ന്. അപ്പോൾ പുള്ളിക്ക് ഇതേപോലെ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായപ്പോൾ പോയി. പിന്നെ നേരെ ഇവിടെ ഹോസ്പിറ്റലിലും താഴെ പറ്റിയവർക്കായിട്ടൊക്കെ പല സ്ഥലത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ശ്രീജിത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും. കുതിച്ചു പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിലേക്ക് അവൻ കണ്ണുപായിക്കും, അറിയുന്നവരുണ്ടോ എന്ന്. ഇവിടെയാണ് താൻ നിൽക്കേണ്ടതെന്ന് സ്വയം ഉറപ്പിച്ച് ഹെൽത്ത് സെന്ററിലുണ്ട്. പരിചയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരിൽ കുറെ പേര് മരണപ്പെട്ടു പോയി. പിന്നെ തിരിച്ചറിയാനും ഒന്നിനും പറ്റണില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് പരമാവധി സഹായിക്കാന്നുള്ളൊരു മുൻഗണന എടുത്തിട്ട് ഇറങ്ങിയതാണ് ഇതിലേക്ക്. ഇന്നിവർ കൂട്ടുകാരാണ്. പരസ്പരം താങ്ങാകുന്നു, വേദനകൾ പങ്കുവയ്ക്കുന്നു. പ്രായമോ മതമോ സ്ഥലമോ മടിയോ ഒന്നും ആരെയും ബാധിക്കുന്നില്ല. മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ, ഇങ്ങനെ 2 കള്ളികൾ മാത്രം. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം വിപിൻ C വിജയൻ, 24 വയനാട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോ മേഖലയിൽ 4-അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷമാണ് സംഘം ദുരന്ത മേഖലയിലേക്ക് പോയത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത്. 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. കൃഷി, റവന്യൂ, പൊതുമരാമത്ത്, KSEB, ജലവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്.
ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഉരുൾപൊട്ടലിനെ തുടർന്ന് 2 ക്യാമ്പുകളിലായി 200ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. പിന്നെ നമ്മളെ മിറ്റത്ത് റോഡ് നിറച്ചും മണ്ണും കല്ലും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പേടി ആടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇനി 10-12 മണിയാകുമ്പോഴത്തേന് ഉരുൾ പൊട്ടിയിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങളെ വെള്ളം അങ്ങനെ വരുന്നത് കണ്ടുകൊണ്ട് ഓടി വേറൊരു വീട്ടിലേക്ക് കയറി. മേഖലയിൽ മന്ത്രിമാർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടം സംഭവിച്ച വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസ പാക്കേജ് അനിവാര്യമാണ്. എത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തി LDF. CPM-ലെ സബീന ബിഞ്ചു നഗരസഭ അധ്യക്ഷയായി. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. UDF വിമതനായി ജയിച്ച് LDF പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി MA കരീമിന് 6 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമായി. മൂന്നാം റൗണ്ടിൽ 5 ലീഗ് അംഗങ്ങൾ LDF-ന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു 14 വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത്. മുന്നണി മര്യാദ ലംഘിച്ചവർ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDF-ന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിന്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളും. മുന്നണി ധാരണകൾ ലംഘിച്ച കോൺഗ്രസുമായി ഇനി സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു. ഞങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ UDF-ന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടപെടും, മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടുമെന്നുള്ള വസ്തുതയാണ്. ഭൂരിപക്ഷമുണ്ടായിട്ടും നഗരസഭാ ഭരണം നഷ്ടമായതും മുന്നണിയിലെ തർക്കവും UDF ജില്ലാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 24 തൊടുപുഴ. വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ റിപ്പോർട്ടിലേക്കാണ്. സെബി മേധാവി മാധവി ബുഷിനെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണമാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെന്ന് BJP തിരിച്ചടിച്ചു. ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ ഹിൻഡൻബർഗ് വെല്ലുവിളിച്ചു. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികളെന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ മുൻനിർത്തിയാണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദ് അദാനിയുടെ പണത്തിനൊപ്പം ബർമുഡ, മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്ന് ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിന് മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. മാധവി ബുച്ചിൻ സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് വിഷയത്തിലെ BJPയുടെ നിലപാട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കുക എന്നതാണ് ആധികാരികതയില്ലാത്ത വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനമെന്നും BJP കുറ്റപ്പെടുത്തി. तो जो हिंडनबर्ग एंटी इंडिया का फ्रंट बना हुआ है उसकी रिपोर्ट को लेकर कांग्रेस पार्टी हल्ला करती है, तो कांग्रेस पार्टी को हम देश में एक्सपोज करेंगे. जान करके भारत में आर्थिक अराजकता लाने के लिए कांग्रेस पार्टी पड़ी हुई है.
ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ. സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയെ കാര്യമായി ബാധിച്ചില്ല. ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഓഹരി സൂചികകളിൽ കാര്യമായ ചലനമുണ്ടായില്ല. അതേസമയം അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഓഹരികൾക്ക് തിരിച്ചടിയേറ്റു. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള 7 കമ്പനികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി ടോട്ടൽ ഗ്യാസിന്റെയും അദാനി വിൾമറിന്റെയും ഓഹരി 4% ഇടിഞ്ഞു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാറിൽ അടിയന്തര യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, SP, നേവി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് നാളെ വീണ്ടും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തെരച്ചിൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. See, we have done our best. You know, our parliament member also came, your local, our parliament member, our friend also had come there. They know the problem. It is a very dangerous place. We wanted to protect, we wanted to this one. So even the military or even the, even Raghavan had a meeting with a lot of our officials also. We are trying to trace it. There is 1 kilometer of water. You should know that the river of water, it has just washed away. It is very difficult, but still we have hopes that we are continuing with our efforts. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ DK ശിവകുമാർ പറയുന്നത് മുഴുവൻ എന്താണ്, പ്രായോഗിക പ്രശ്നങ്ങളെ പറ്റിയാണ്, ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. ഇന്നപ്പോൾ കാർവാറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒക്കെ യോഗം ചേർന്നു. എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ പുഴയിലെ അടിയൊഴുക്ക് സംബന്ധിച്ച് 4 നോട്ട്സിലേക്ക് താണു എന്നാണ് ഇന്നലെ മഞ്ചേശ്വരം MLA പറഞ്ഞത്. പക്ഷേ കർണാടക സർക്കാരിൻ്റെ വൃത്തങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയല്ല. എന്താണ് വസ്തുത? പരിശോധന നാളെ നടക്കാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വൈകിട്ട് നടന്ന ചില അപ്ഡേഷനുകളാണ്. അതായത് നാവികസേനയുടെ സംഘം ഈ ഗംഗാവലി പുഴയിൽ അവർ അടിയൊഴുക്ക് പരിശോധിച്ചു. ഇന്ന് വൈകിട്ട് എത്തി അവർ പരിശോധിച്ചു. അതിനുശേഷമാണ് കാർവാറിലെ ജില്ലാ ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ, അതോടൊപ്പം നാവികസേനയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം, അടിയന്തര യോഗം ചേർന്നത്. എന്നാൽ ആ യോഗത്തിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചതാണ്. അതിന് നാളെ വീണ്ടും നാവികസേന എത്തി ഈ ഗംഗാവലി പുഴയിൽ വീണ്ടും ഈ അടിയൊഴുക്ക് പരിശോധിക്കും, രാവിലെ തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം, ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്നാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യോഗത്തിൽ ഈ നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ച വിവരം, നിലവിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് നേരത്തെ ജില്ലാ ഭരണകൂടം പറഞ്ഞത് 5 നോട്ട്സിന് മുകളിലാണ് ഇതിൽ അടിയൊഴുക്കുണ്ടായത്. അതിൽ നിന്ന് അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് നിലവിൽ നാവികസേന ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കുവച്ചതെന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്നാൽ അത് നേവിയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള നമുക്ക് ലഭിച്ച വിവരമാണ്. എന്നാൽ ഈ നിലവിൽ ഈ പുഴയിലെ അടിത്തട്ടിൽ ഈ വിസിബിലിറ്റി കുറച്ച് പ്രശ്നമുണ്ട് എന്ന കാര്യം കൂടി നേവി നിലവിൽ ഈ യോഗത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ്. നാളെ ഏറെ നിർണായകമാണ്. ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ദിവസമാണ്. രാവിലെ നേവിയുടെ സംഘം ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തിയതിനു ശേഷം ജില്ലാ ഭരണകൂടത്തെ അതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം അറിയിക്കും എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ കർണാടക സർക്കാരും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് തടസ്സമായി പറയുന്ന കാരണം ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഒരു 3 നോട്ട്സിലേക്കൊക്കെ അടിയൊഴുക്ക് എത്തിയാൽ മാത്രമേ ഇതിൽ ഈ പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ സാധ്യമാകൂ എന്നതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞത്. ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും അതേ പ്രതികരണം നടത്തുകയുണ്ടായി. എന്തായാലും അക്കാര്യത്തിൽ നാളെ ഒരു വട്ടം കൂടി പരിശോധന നടക്കും. അതിനുശേഷം ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും. നാളെ ഈ തെരച്ചിലിന്റെ കാര്യത്തിൽ നിർണായകമാണ് എന്നാണ് ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി MP വ്യക്തമാക്കി.
മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. എന്നാൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ഡാമിന്റെ സുരക്ഷ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്തരം ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ദിവസേന പരിശോധിക്കുന്നുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൌരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി. വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. 24 ഇടുക്കി. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കാണപ്പെട്ട നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പോലീസ്. കുഞ്ഞിന്റെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം യുവതിയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് തകഴി കുന്നുമ്മലിലെ പാടശേഖരത്തിന്റെ ബണ്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുവെങ്കിലും യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. വിശദമായ ഒപ്പീനിയന്റെ പെൻഡിംഗ് ഉണ്ട്, അത് പിന്നീട് വഴി അറിയിക്കും. ഒന്നും പറയാനായിട്ടില്ല. അത് വിശദമായ റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം പഴക്കമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചതെന്നും ഇതാണ് പ്രാഥമിക നിഗമനങ്ങളിലെത്താൻ തടസ്സമായതെന്നുമാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു. നിലവിൽ കേസിൽ നവജാത ശിശുവിന്റെ മാതാവിനെയും കാമുകനെയും ഉൾപ്പെടെ റിമാൻഡ് ചെയ്തു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് യുവതിയെ റിമാൻഡ് ചെയ്തത്. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച കേസിലെ 3-ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മാനഹാനി ഭയന്നാണ് ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യുവതിയും കാമുകനും തമ്മിലുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ വീട്ടുകാർ ഒരുക്കമായിരുന്നുവെന്നും ബന്ധുക്കളും അറിയിച്ചു. എന്നിട്ടും എന്തിന് കാര്യം മറച്ചുവെച്ചെന്ന ചോദ്യം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മരണകാരണം കൊലപാതകമാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ മാറ്റങ്ങളുണ്ടാകും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ. എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി കുറ്റപത്രം നൽകുമെന്ന് DGP. ഇത് സംബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻപാകെ DGP റിപ്പോർട്ട് നൽകി. കമ്മീഷൻ DGPയോട് നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സംഭവം നടന്ന അന്ന് തയ്യാറാക്കിയ FIR-ൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെന്നും പ്രതിയുടെ പേരില്ലാതെയാണ് FIR സമർപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയുടെ മാതാവ് അതിജീവിതയാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് DGP നിഷേധിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ 23 വയസ്സുള്ള പെൺകുട്ടിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലേർട്ടാണ്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ഇടുക്കിയിലും മലപ്പുറത്തുമാണെന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. പ്രതികൂല കാലാവസ്ഥയായതിനാൽ
തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ പെയ്ത മഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ വെള്ളം കയറി റേഷനരി ഉപയോഗശൂന്യമായി. മറ്റ് ഭക്ഷ്യസാധനങ്ങൾക്കും കേടുപാടുണ്ടായി. വിളപ്പിൽ ശാലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് കാർ തകർന്നു. EMS അക്കാദമിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. അപകട സമയം കാറിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും പമ്പാവാലി, മൂക്കൂട്ടുതറ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്തു. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം.